ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ. ശ്ലോകം 62. ഇന്ദ്രിയ നിഗ്രഹമില്ലാത്തവൻ്റെ പതനം, അതായത് സർവനാശം എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ശ്ലോകങ്ങൾ 62, 63 എന്നിവയിലൂടെ ഭഗവാൻ പറയുന്നത്. സദാ വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾക്ക് വിഷയത്തോടുള്ള ബന്ധം കാരണം സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ആസക്തി കൂടുന്തോറും മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും. വിഷയചിന്ത ആസക്തിയും സംസർഗവും വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ശ്ലോകം 62. ധ്യായേതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ. ധ്യായതഃ വിഷയാൻ പുംസഃ സംഗഃ തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധഃ അഭിജായതേ. ധ്യായേതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ സംഗാത് സംജായതേ കാമാത് ക്രോധോഭിജായതേ. ശ്ലോകം 63. 62, 63 ഒരുമിച്ചാണ് അർത്ഥം പറയുന്നത്. ശ്ലോകം 63. ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധഃ ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. വിഷയങ്ങളെപ്പറ്റി സദാ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവന് അവയോട് ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമം ഉണ്ടാകുന്നു. അത് ലഭിക്കാതെ വരുമ്പോൾ കാമത്തിൽ നിന്ന് ക്രോധവും, ക്രോധത്തിൽ നിന്ന് മോഹവും, മോഹത്തിൽ നിന്ന് ബുദ്ധിഭ്രമവും, ബുദ്ധിഭ്രമത്തിൽ നിന്ന് ഓർമ്മക്കേടും ഉണ്ടാകുന്നു. ഓർമ്മക്കേട് കാരണം ബുദ്ധി നശിക്കുന്നു. ബുദ്ധിനാശം അയാളുടെ സമ്പൂർണ്ണ നാശത്തിലേക്ക് നയിക്കുന്നു. അതിനാൽ നാം ഒരിക്കലും മനോദൗർബല്യത്തിന് അടിമപ്പെടാതെ മനസ്സിനെ കീഴടക്കി ജീവിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉത്തമ ഭക്തൻ സദാ ഭഗവത് സമ്പർക്കത്താൽ ഉണ്ടാകുന്ന ആത്മീയാനന്ദം അനുഭവിക്കുന്നതിനാൽ എല്ലാ ഭൗതിക സുഖങ്ങളെയും അവഗണിക്കുന്നു. അതത്രേ ഭക്തൻ്റെ വിജയരഹസ്യം. ശ്ലോകം 64. രാഗദ്വേഷവിയുക്തസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷവിമുക്തൈഃ തു വിഷയാൻ ഇന്ദ്രിയൈഃ ചരൻ ആത്മവശ്യൈഃ വിധേയാത്മാ പ്രസാദം അധിഗച്ഛതി.
രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ആത്മസംയമനം ശീലിച്ച ഒരാൾ സ്വന്തം അധീനത്തിൽ വർത്തിക്കുന്നവയും രാഗദ്വേഷങ്ങൾ ഇല്ലാത്തതുമായ ഇന്ദ്രിയങ്ങളെക്കൊണ്ട് വിഷയങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ പോലും മനഃശാന്തി നഷ്ടപ്പെടാതെ പ്രസാദാവസ്ഥയെ പ്രാപിക്കുന്നു. ഹരി ഓം.